ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച് ഇങ്ങോട്ട് വരണ്ടാന്ന് പിണറായി വിജയൻ ഇന്നലെ സതീശനോട് പറഞ്ഞപ്പോഴേ ഉറപ്പാണ് സതീശൻ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. കേട്ടോക്കി. സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിൽ പറയുന്നത് പോലെ കൊച്ചി മെട്രോ നഷ്ടത്തിലാണോ ഓടുന്നത്? കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ കണക്കുകൾ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പൊതുഗതാഗത സംവിധാനങ്ങളിലൊന്നായ കൊച്ചി മെട്രോ പ്രതിമാസം 35 കോടി രൂപ നഷ്ടത്തിലാണെന്നാണ് സംസ്ഥാന സർക്കാർ നിയമസഭയിൽ വെച്ച ധവളപത്രം വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ നഷ്ടക്കണക്കിന്റെ വിശദാംശങ്ങൾ ധവളപത്രത്തിൽ ലഭ്യവുമല്ല. കൊച്ചി മെട്രോ ഔദ്യോഗികമായി പുറത്തുവിട്ടുള്ള ലാഭനഷ്ട കണക്കിന്റെ മറ്റൊരു കണക്ക് നമുക്ക് നോക്കിയാലോ. ആ കണക്കുകൾ ഇപ്രകാരമാണ്. 2024-2025 വരെയുള്ള 3 സാമ്പത്തിക വർഷത്തിൽ മെട്രോ പ്രവർത്തന ലാഭം നേടി. 2024-2025 മാത്രം 33.34 കോടി രൂപയാണ് മെട്രോ പ്രവർത്തന ലാഭം നേടിയത്. 2023-2024 വർഷത്തിൽ 22.94 കോടി രൂപയും അതിന് മുൻപത്തെ വർഷം 5.53 കോടി രൂപയുമായിരുന്നു പ്രവർത്തന ലാഭം. മനസ്സിലായില്ലേ? പച്ചക്കള്ളാണ് പറയുന്നത്, പച്ചക്കള്ളം. ഇങ്ങനെ പച്ചക്കള്ളം കൊണ്ട് കെട്ടിപ്പടുത്താൻ നമ്മുടെ ഈ സർക്കാർ എന്നൊരു തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്നതാണ് KSRTC നഷ്ടത്തിനാണെന്ന് പറയും, കൊച്ചി മെട്രോ നഷ്ടത്തിനാണെന്ന് പറയും, സർക്കാർ സ്ഥാപനങ്ങൾ നഷ്ടത്തിനാണെന്ന് പറയും, ആരോഗ്യ മേഖല നഷ്ടത്തിനാണെന്ന് പറയും. ഈ സംഭവം എല്ലാം LDF സർക്കാരിന്റെ തലയിൽ വെച്ച് കെട്ടും ചെയ്യും. പണി അറിയാവുന്ന ആളുകളോട് ഭരിച്ചിരുന്നു, പക്ഷെ എന്ത് ചെയ്യണം, അവർക്ക് അഭിനയിക്കാൻ അറിയില്ലായിരുന്നു. അപ്പൊ കേരളത്തിലുള്ള മൊത്തം സാധനത്തിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മൊത്തം പണിയാണ് വരാൻ പോകുന്നത്. 6 മണിക്കൂറും 8 മണിക്കൂറും പണിയെടുത്തോല് 16 മണിക്കൂർ പണിക്കാൻ നോക്കിയോളി. 16 മണിക്കൂർ പണിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതെന്നുള്ള വേറെ ക്യാപ്സുകൾ വരാനും സാധ്യതയുണ്ട്. എന്താ ചെയ്യാ?